നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് അധികാരത്തിലെത്താൻ പറ്റിയ ഒരു കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട വിധി, അതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. കാര്യം ഇതുമാതിരിയുള്ള ഒരുപാട് തർക്കങ്ങൾ, തടസ്സങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല പഞ്ചായത്തുകളിലും മറ്റു പല മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇങ്ങനെയുള്ള തർക്കം വന്നിട്ടുണ്ട്. അപ്പോ ഈ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പരിഗണിച്ച ചോദ്യം എന്തെന്ന് വെച്ചാൽ, ചില BJP കൗൺസിലർമാര്, തിരുവനന്തപുരത്ത് 20ഓളം BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലോ അല്ലെങ്കിൽ സഗൗരവമോ അല്ല. അതുകൊണ്ട് അവരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് കാണിച്ച് ശ്രീ SP ദീപക് എന്ന LDF നേതാവ് കൊടുത്ത ഒരു ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. 20 കൗൺസിലർമാരെ അടുത്ത 4 ആഴ്ചക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെല്ലാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജാഥയായി വന്ന് കൗൺസിൽ ഹാളിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. ഇവരിലെ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ കോടതി വളരെ വ്യക്തമാക്കി പറഞ്ഞ ഒരു കാര്യം, മുനിസിപ്പൽ ആക്ട് അനുസരിച്ചിട്ട് ദൈവനാമത്തിലോ അല്ലെങ്കിൽ സഗൗരവമോ ആയ പ്രതിജ്ഞ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. മറ്റ് ഏതെങ്കിലും പേരിന്, ചിലര് പരശുരാമന്റെ പേരിന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ചിലര് ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ചിലർ അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ചില ആൾദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, വ്യക്തികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ വളരെ പഠിച്ചിട്ടുള്ള ഇത് സംബന്ധിച്ച് ഒത്തിരി സുപ്രീം കോടതിയുടെയും മറ്റു പല ഹൈക്കോടതികളിലെയും വിധി ഇത് സംബന്ധിച്ചുണ്ട്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഹൈക്കോടതിയുടെ വളരെ സുചിന്തിതമായ ഒരു അഭിപ്രായം, ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു മാസത്തിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീണ്ടും നടക്കുമെന്നും അത് നമുക്കെല്ലാം വീണ്ടും കാണാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ജഡ്ജിമെന്റ് വന്നതോടെ പല കേസുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിലും മറ്റ് കോടതികളിലും നിലനിൽക്കുന്ന പല കേസുകളും ഇതോടെ തീർപ്പാവുന്നു. നന്ദി, നമസ്കാരം.